കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ 24-ന് കിട്ടി. തുടർച്ചയായി വെടിക്കെട്ട കരിമരുന്ന് പ്രയോഗം നടക്കുന്നതിന് ശബ്ദം ആ ദൃശ്യങ്ങളിലുണ്ട്. ആനയ്ക്ക് ഈ ശബ്ദം കേട്ടാൽ ഉണ്ടാകുന്ന അസ്വാസ്ഥ്യം മനസ്സിലാക്കാതെയാണോ ഇവർ വെടിപൊട്ടിച്ചെന്നറിയില്ല. ആനകൾ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഒരാന മറ്റൊരാനക്കരി കുത്തിയതാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതും ആന ഇടയാനും ഇടഞ്ഞുകൂടുന്നതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് രണ്ടുപേർക്ക് ജീവഹാനി ഉണ്ടായതും. ഏറ്റവും പുതിയ വിവരം CCF കീർത്തിയെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അന്വേഷണ വിവരം, പ്രാഥമിക വിവരം വനം മന്ത്രി AK ശശീന്ദ്രൻ കൈമാറി. അതിൽ സ്ഫോടനമാണ് ഈ ദുരന്തത്തിൻ്റെ കാരണം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട്. അതായത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ ലംഘനം, അതായത് സ്ഫോടനം സംബന്ധിച്ച് കൃത്യമായ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ആന പരിപാലന നിയമവും ഈ സ്ഫോടനവും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യമുണ്ട്. കാരണം ആനയുടെ ഇത്ര മീറ്റർ ദൂരെ വെച്ച് മാത്രമേ സ്ഫോടനം നടക്കാൻ പാടുള്ളൂ. എന്നാൽ ഉഗ്രശക്തിയുള്ള സ്ഫോടനം അവിടെ തുടരെ നടക്കുന്നു. ഇത് തന്നെയാണ് ഈ ദുരന്തത്തിനിടയാക്കിയത്. അതായത് ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തുകൊണ്ട് ഇത്രയും വലിയ ദുരന്തം. 3 പേരുടെ മൃതദേഹം എനിക്ക് പുറകിലുള്ള ഈ മോർച്ചറിയിൽ കിടക്കുകയാണ്. 8 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ആ ദുരന്തത്തിനിടയാക്കിയത് ഈ സ്ഫോടനം തന്നെയാണ് എന്നുള്ളതാണ് കീർത്തി വനം മന്ത്രിയോട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് ഉച്ചയോടുകൂടി നൽകുമെന്നാണ് വനം മന്ത്രി അല്പം മുമ്പ് AK ശശീന്ദ്രനുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ഉണ്ട്. അതിലെ വിവിധ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളുടെ കൃത്യമായ ലംഘനം ഈ അമ്പലത്തിൽ നടന്നു. ആ ലംഘനം ഉണ്ടായതാണ് ഇത്തരത്തിൽ ആനയുടെ ഈ ദുരന്തത്തിലേക്ക് ആന വിരണ്ട് ഓടാനും ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം തകർന്നു വീഴാനും ഒക്കെ ഉണ്ടായ 3 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ദുരന്തത്തിൻ്റെ കാരണം ഈ സ്ഫോടനം കൃത്യമായി ചട്ടം ലംഘിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണെന്നാണ് കീർത്തിയുടെ റിപ്പോർട്ട്.